ഹായ് സോൾ. സോ ഇന്ന് പറയുന്നത് ഫുങ്ഷു ടിപ്സാണ്. ലൈക്ക് പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഒരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അത് സെയിൽ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അത് സെയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു 10 ടിപ്സ് പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുള്ളാവും എന്ന് കരുതി ഫുങ്ഷു വെച്ചുള്ള ടിപ്സാണ് കേട്ടോ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന വീട് തന്നെയാണ് നമ്മൾ വിൽക്കാൻ നോക്കുന്നതെങ്കിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ അത് പോവില്ല, കാരണം നമ്മുടെ എനർജി അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു എനർജി വിറ്റ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ വേറൊരു റെൻറ്റഡ് ഹൗസോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്നും എല്ലാവരും മാറണം. അതുമാത്രമല്ല, നമ്മളായി വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോർ ഫാദേഴ്സോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ വാങ്ങിയിട്ടിട്ടുള്ള അലമാരയോ അതോ അല്ലെങ്കിൽ ബെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ അവിടുന്ന് ഷിഫ്റ്റ് ആക്കണം. കാരണം ആ എനർജി നിൽക്കുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും ആ വീടുമായിട്ട്. അപ്പോൾ വിറ്റ് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഫുള്ളി ഒരു പുതിയ ആ വീട് മാത്രം, ബാക്കിയെല്ലാം നമ്മൾ മാറ്റി നമ്മളായിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടുന്ന് വേറെ എവിടേക്കും ഷിഫ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ ഫ്രീ സ്പേസ് ആ വീട്ടിലേക്ക് വരുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഹാൻഡിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഹാൻഡിലായിരിക്കും, പക്ഷേ അത് മാറ്റിയിട്ട് പുതിയൊരു ഹാൻഡിൽ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ അവിടെ എനർജി അവിടെ ചേഞ്ച് ആവുകയാണ്. നമ്മുടെ എനർജി മാറി പുതിയ എനർജിക്കുള്ളൊരു പുതിയ എനർജിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആ വീട് വിറ്റ് പോകാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ ഈ ടിപ്സൊക്കെ ചെയ്ത് ഈ പ്രോപ്പർട്ടി സെയിലൊക്കെ നല്ല രീതിയിൽ നടന്നവരുണ്ട്. വെച്ചതിൻ്റെ 1-2 ദിവസത്തിന് ശേഷം പ്രോപ്പർട്ടി വിറ്റ് പോയവരുടെ റിവ്യൂസും കൂടിയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ടിപ്സ് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ നമുക്കൊരു ബേർഡ്, ഒരു കിളി ഹാങ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കിളിയുടെ കൊക്കിൻ്റെ അവിടെ നമ്മൾ ഏതിൽ പ്ലോട്ട് ഫോർ സെയിൽ, അപ്പോൾ അതിൻ്റെ അവിടെ ഒരു കിളീനെ വെക്കുകയോ അല്ലെങ്കിൽ വരച്ച് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ബേർഡിനെ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് വെക്കുമ്പോൾ നമ്മൾ വീടിലേക്ക് ഫേസ് ചെയ്തിട്ടല്ല, വീടിൻ്റെ പുറത്തേക്ക് ഫേസ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് അത് പറന്ന് പോകുന്ന രീതിയിൽ അങ്ങനെ വേണം പൊസിഷൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ വീട് സെയിൽ ചെയ്ത് പോകാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അതിപ്പോൾ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, റെഡായിട്ടുള്ളൊരു കിഴിയിൽ നമ്മളൊരു മഡോ അല്ലെങ്കിൽ സാൻഡോ പൂഴിയോ അതിൽ കുറച്ച് എടുക്കുക നമ്മൾ ആ വീടിൻ്റെ അടുത്ത് തന്നെ. എന്നിട്ട് അതിൽ നമ്മൾ അഡ്രസ്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് കിഴിയിൽ കെട്ടിയിട്ട് റണ്ണിങ് വാട്ടറൊക്കെ ഉണ്ടല്ലോ, പുഴയോ കുളമോ അങ്ങനെ എന്തെങ്കിലും റണ്ണിങ് വാട്ടറിനുള്ള സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ ഈ കിഴിക്കെട്ട് കളയുമ്പോൾ നമ്മൾ ഷോൾഡറിനെ ക്രോസ് ചെയ്തിട്ട്, ലൈക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ചിതാഭസ്മൊക്കെ ഒഴുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് പോലെ, അങ്ങനെ നമ്മൾ ഷോൾഡറിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് നോക്കാതെ നമ്മൾ വരണം. ദാറ്റ് മീൻസ് ലെറ്റ് ഗോ ആണ്, അത് കംപ്ലീറ്റ്ലി സറണ്ടറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു നമ്മളൊരു ടെൻഷനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യരുത്, നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കായിട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീട് കാണാൻ വേറൊരു പാർട്ടി വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അവർ വരുന്നേക്കാൾ 1 hour മുന്നേ ആ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിടുക. അതുപോലെ തന്നെ നല്ലൊരു ധൂപം, നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും കത്തിച്ച് വെക്കുന്നതും നല്ല മീൻസ് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനും ആ വീട് വാങ്ങാനും ഒക്കെ അവർക്ക് തോന്നിപ്പിക്കുന്നതാണ്. അതൊരു പോയിൻ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ കർട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെയിൻലി വൈറ്റ് കളർ ആഡ് ചെയ്യുന്നതും പെട്ടെന്ന് ഈ ഒരു വീടോ അല്ലെങ്കിൽ പ്ലോട്ടോ വീടായിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് വിറ്റ് പോകാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മറ്റുള്ളവർക്കത് അട്രാക്റ്റഡ് ആയിരിക്കും, അത് വാങ്ങാനൊരു ആഗ്രഹം വരുത്തുന്നത് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ബേർഡിൻ്റെ കാര്യം പോലെ, അതുപോലെ തന്നെ ഈ നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്ത് വെക്കുമല്ലോ, അല്ലെങ്കിൽ വീടിന് മെയിൻ ഡോറിൽ തന്നെ ഒരു കിളി, ഒരു ടോയ് കിട്ടും നമുക്ക്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു കിളി ഇങ്ങനെ പറക്കുന്നതായിട്ട്, അതിൻ്റെ മുകളിൽ സ്ട്രിങ് ചെയ്ത് കെട്ടി വയ്ക്കും. അപ്പോൾ അതിൻ്റെ വായയുടെ ഉള്ളിൽ കുഞ്ഞ് റെഡ് കളർ പേപ്പറിൽ നമുക്ക് ഈ വീടിന് എത്ര എമൗണ്ടിനാണ് വിറ്റ് പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് ആ കുഞ്ഞ് പേപ്പറിലാക്കിയിട്ട് കിളിയുടെ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കിളീനെ പക്ഷെ പുറത്തേക്ക് ഫേസ് ചെയ്തിട്ട് വേണം, വീട്ടിലേക്ക് ഫേസ് ചെയ്തിട്ടില്ല, പുറത്തേക്ക്. ദാറ്റ് മീൻസ് അത് പറന്ന് പോകുന്ന രീതിയിൽ, ദാറ്റ് മീൻസ് ഇത് വിറ്റ് പോകുന്നു എന്നൊരു ഉദ്ദേശമാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിലും ഈ ഒരു പ്ലോട്ട് വിറ്റ് പോകാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ലൈക്ക് പറക്കുന്ന കിളിയുടെ വായിൽ റെഡ് കളറിൽ വേണം നമ്മൾ എത്ര എമൗണ്ടിനാണ് ഈ വീട് വിറ്റ് പോകുന്നത് എങ്കിൽ, മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എമൗണ്ട് എഴുതിയിട്ട് എത്ര മാത്രം ചെയ്യണ്ടോ. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വീടിൻ്റെ ഫ്രണ്ട് മെയിൻ ഡോറിൻ്റെ അവിടെ ഒരു 5-6 ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ വെക്കുന്നതും, അതിൽ പൂക്കളുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെക്കുന്നതും
വളരെ നല്ലതാണ്. നമ്മൾ അപ്പോഴും ഈ ഒരു പുതിയൊരു എനർജീനെ അട്രാക്ട് ചെയ്തിട്ട് ഈ വീട് വിറ്റ് പോകാൻ വളരെ ചാൻസ് കൂടുതലായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ പറഞ്ഞു യൂസ് ചെയ്ത അലമാര, അങ്ങനെ നമ്മളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റണം. വീട് ഫ്രീ ആയിട്ടിട്ടാൽ മാത്രമാണ് പുതിയൊരു ഫ്രീ സ്പേസിന് വന്ന് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടും ഈ പ്ലോട്ട് സെയിൽ ചെയ്ത് പോകുന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വാസ്തു ടിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, വെൽത്ത് ഏരിയയിലോ നിങ്ങളുടെ കരിയർ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വാസ്തു കൺസൾട്ടൻറ്റ് വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയാസ് സെറ്റാക്കാൻ പറ്റും. ഇത്രയും ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്ലോട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വിറ്റ് പോകും. കാരണം ഇത് ചെയ്തിട്ട് വിത്തിൻ 2 days 3 daysനുള്ളിലൊക്കെ ഈ പ്ലോട്ട് സെയിൽ വളരെ സക്സസ്ഫുൾ ആയവരുടെ എന്താ പറയുക, നമുക്ക് കമൻസ് അറിയുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും 10 ടിപ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ പ്ലോട്ട്സൊക്കെ പെട്ടെന്ന് വിറ്റ് പോകാൻ വളരെ ഹെൽപ്ഫുൾ. സിമ്പിൾ ടിപ്സാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ താങ്ക് യു.